ഹലോ ഗൈസ്, വെൽക്കം നമ്മൾ കുറേ വീഡിയോ വന്നിട്ട് കുറേ മീൻസ് ഞാൻ ഫേസ് ചെയ്ത് വന്നിട്ട് കുറേ ആയി. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട ആ ഒരു എക്കോറിയം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് കൊണ്ട് നമ്മൾ ചെയ്തത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല, കാരണം അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് റെഡി ആവും നമ്മൾ വിചാരിച്ചില്ലായിരുന്നു. കുറേ ആയി ഉണ്ടാക്കി 3-4 മാസം ലോക്ക്ഡൗൺ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് റെഡി ആവും നമ്മൾ വിചാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലേനു. പിന്നെ എന്നോട് കുറേ ആളുകൾ പറഞ്ഞു, ആ കണ്ടപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ പറഞ്ഞു ജസ്റ്റ് റിവ്യൂ ചെയ്തുകൂടെ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ഫ്രിഡ്ജ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചെയ്തു നോക്കുക, സംഭവം അടിപൊളിയാണ്, വലിയ പണിയില്ല, അധികം ചിലവുമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ചെറിയ വീഡിയോസും ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധാ ഫ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ പുറത്തത്തെ സാധനമൊന്നും പോക്കില്ല, ഇത് പോക്കിക്കുന്നത് പോക്കാത്ത ഇങ്ങനത്തെ ഒരു സിംഗിൾ ഫ്രിഡ്ജ് എടുത്ത് അത് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കട്ട് ചെയ്ത് ഇത് ഇരുമ്പിൻ്റെ സാധനം അങ്ങനെ തന്നെ ഇതുപോലെ ഇത് വെച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ടെർമോക്കോളാക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റേത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ ഹോൾസൊക്കെ അടയ്ക്കുക. പിന്നെ നമ്മളൊരു സൈഡ് എന്ന് വെച്ചാൽ ഇത് ചരിച്ചിട്ട് ഇത് ഫ്രണ്ട് ഭാഗമാക്കി വെച്ചാൽ കാണുന്ന ഈ സൈഡ് നമ്മൾ ഒരു ബോക്സ് മോഡലിൽ ഇങ്ങനെ മീൻ ഇടാനും എടുക്കാനും ആവശ്യങ്ങൾക്കും കാരണം ഇവിടെ അടയ്ക്കല്ലോ, അപ്പോൾ അതിനുള്ളൊരു ചെറിയ ഓപ്പൺ പോലെ അത് ചെയ്ത് പിന്നെ നമ്മൾ ബ്ലൂ പെയിൻറ്റ് വാങ്ങി ഉള്ളിൽ ചെയ്ത് എന്നുവെച്ചാൽ നമ്മൾ ഈ ഹോൾസ് അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ ആദ്യം അടിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടയാളം അങ്ങനെ കിടക്കും. നമ്മൾ ആദ്യം അത് ചെയ്തിട്ട് ഇതടിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ഇവിടെ ഇതിൽക്കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് ഫുൾ കവർ ചെയ്ത് കൊടുത്തിട്ട് ഗ്ലാസ് അമർത്തുക. എന്നിട്ട് അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റിപ്പോയ അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ദിവസം വെറുതെ പോയി. കാരണം എന്താ വെച്ചാൽ എങ്ങനെയായിട്ടും ലീക്ക് ഒഴിവായി കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കി, എന്താ സംഭവം നോക്കി. ഇത്ര നോക്കിയിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് കാണുന്ന ഇതുപോലെ വന്നോ ഈ കുത്തൊക്കെ കാണുമ്പോൾ കാണുന്നൊക്കെ നമ്മൾ അടച്ച് ആ പെയിൻറ്റിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് ഐഡിയ കിട്ടായിട്ട് പിന്നാണ് മനസ്സിലായത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഗമ്മിട്ടതിൽ ഇവിടെ നിന്നും ഓരോ ബെൻഡിങ്ങിൽ എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഓരോ ബെൻഡിങ് വരുന്നതിൽ അത് ലീക്ക് കുടിക്കുന്നതാണ് സംഭവം. അപ്പോൾ നിങ്ങളെന്താക്കണം, ഈ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ബോർഡറിൽ എന്ന് വെച്ചാൽ നമ്മൾ എക്വോറിയത്തിന് ഇതിൻ്റെ അപ്പുറം ഉള്ളിൽ കൂടെ ഇട്ടൊരു ലൈൻ കൊടുക്കുമല്ലോ, അതേപോലെ ഫുള്ള് ഫില്ല് ചെയ്ത് ചെയ്യണം. നമുക്കതായിരുന്നു പറ്റിപ്പോയി അബദ്ധം. വെറുതെ ചെറിയ ഓട്ട ചെയ്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വെറുതെ നമ്മൾ അടിച്ച് ഫുൾ ബോറായി. സംഭവം പറഞ്ഞാൽ വൃത്തികേടായി പോയിഞ്ഞു. നമ്മൾ ചെറുതൊന്ന് വാങ്ങി ഒന്നുകൂടി അടിച്ചതാണ്. വെറുതെ ഒട്ടിക്കേണ്ട വെറുതെ കുറേ എംസിയിലും പോയി. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിൽ കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ അതിലെ വെള്ളം എന്തായാലും ലീക്കാവും. നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി ചിലവ് വരുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു 500 റുപ്യേൻ്റെ ഗ്ലാസും 200 റുപ്യേൻ്റെ ഒരു ഗമ്മും പിന്നെ വരുന്നത് എംസിയിൽ വലിയ വിലയില്ല, 10-50 റുപ്യ വരെ. പിന്നെ നമുക്ക് ഏകദേശം വെറുതെ കുറേ ഒട്ടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് 100 റുപ്യേൻ്റെ എംസിയിൽ പോയിക്കുന്നത്. ശരിക്കും 100 റുപ്യ വേണ്ട, വെറും 20-30 റുപ്യേൻ്റെ എംസിയിൽ ശരിക്കും മതി. പിന്നെ നമ്മൾ പെയിൻറ്റിന് സ്പ്രേ പെയിൻറ്റ് 200, അതും ഏകദേശം 1000 റുപ്യേൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഈ പുറം ഭാഗം ഇത് നമ്മൾ എന്താ പറയുക മറ്റെങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താക്കിയിരിക്കുന്ന നന്നായിട്ട് ഈ ബ്ലൂ പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുത്ത്. ബ്ലൂ പെയിൻ്റ് അല്ല, നമ്മൾ ബ്ലൂ സ്റ്റിക്കർ സെല്ലോ ടാപ്പാണ് ചെയ്തത്. ബ്ലൂ പെയിൻ്റ് അടിച്ചാൽ ഒന്നുകൂടി വൃത്തിയാവും. അപ്പം ഏകദേശം ഒരു 1000 റുപ്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ട അങ്ങനത്തെ ഒരു എക്കോറി ആക്കാം. പിന്നെ അതിലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ളായിരുന്നു. പിന്നെ മോട്ടർ വേറെ വാങ്ങിയതാണ്. മോട്ടറിന് ഏകദേശം 250 റുപ്യ കൊടുത്ത്. ഫ്രിഡ്ജ് ആയതുകൊണ്ട് ശരിക്കും അങ്ങനത്തെ മോട്ടർ നല്ലതാണ്. പിന്നെ മറ്റേതായാലും ഇങ്ങനത്തേത് ആണെങ്കിൽ കുഴപ്പമില്ല, 100 റുപ്യ 150 റുപ്യ വരുള്ളൂ. അപ്പം പിന്നെ അതിൻ്റെ ഉള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ അതിനും കുറച്ച് ചിലവ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേറെ ചിലവാണ്. ഞാൻ പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ ആക്കി എടുക്കാനുള്ള ചിലവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ 1000 റുപ്യ കൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഇതേപോലത്തെ സംഭവം ആക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ.
പിന്നെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരും. പോണ മുന്നേ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാത്തവരുണ്ട്, ഇപ്പോൾ തന്നെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.